ഇനി ധനുക്കൂറാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് ചൊവ്വ 4-ലാണ്. മാനസികമായിട്ട് ഒരു ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും അവർക്ക് കുറച്ച് കൂടുതൽ ഊർജം കിട്ടുന്ന ഒരു കാലമാണ്. പല പുതിയ പദ്ധതികളും ആലോചിക്കാനും അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലും അവർക്ക് ഏർപ്പെടാൻ സാധിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നമ്മുടെ വീടും ജോലിസ്ഥലവും അഥവാ ജോലിയും പരസ്പരം പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും. ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നവ അത് പരിഹരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഗൃഹസംബന്ധമായിട്ട് ചില പണികളും പുതിയ നൂതനമായിട്ടുള്ള ചില കൺസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ചില അറ്റകുറ്റപ്പണികളോ ഒക്കെ നടത്തേണ്ടതായിട്ട് വന്നേക്കാം. ഇത് സംബന്ധിച്ച് ചിലവുകൾ, ധനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വരുമാനം ഉണ്ടെങ്കിലും വീട് സംബന്ധമായിട്ടുള്ള ചില ചിലവുകളൊക്കെ വന്നേക്കാം. റിപ്പയറോ അല്ലെങ്കിൽ പുതിയ അറ്റാച്ച്മെൻറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ചിലവുകളുണ്ടാവാം. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും കുറച്ച് ചിലവുകൾ വന്നേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ഇവർക്ക് രക്തസമ്മർദ്ദമുള്ളവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടത്ര വിശ്രമവും ഒക്കെ എല്ലാ ദിവസേന അവർ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ചുള്ള വിശ്രമത്തിനും കൂടെ സമയം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനും ചിലപ്പോൾ ആശുപത്രിവാസവും വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും കുറച്ചൊരു അനൈക്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നമ്മുടെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് അത് ഒരു വഴക്കിലേക്ക് എത്താൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് വളരെ സൂക്ഷിച്ച് വർത്തമാനം പറയുകയും മറ്റും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.